ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ വലിയ മാറ്റങ്ങൾ നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കാര്യമായ നീക്കങ്ങൾ ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം റൂമറുകളും അതുപോലെ തന്നെ ശക്തമായ അപ്ഡേറ്റുകളും ഒക്കെ ഇപ്പോൾ കുറവാണ്. മാർക്കസ് മെർഗുലാവോയും ഇത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള കൺഫേം ആയ കാര്യങ്ങൾ വന്നാൽ മാത്രമാണ് നമുക്കത് പങ്കുവെക്കാൻ സാധിക്കുക എന്നായിരുന്നു മാർക്കസ് മെർഗുലാവോ പറഞ്ഞിരുന്നത്. ചുരുക്കത്തിൽ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അത്ര സജീവമല്ല. ഇനിയിപ്പോൾ ഭാവിയിൽ സജീവമാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്ന കാര്യം, ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കോൺട്രാക്ട് അവസാനിച്ചുകൊണ്ട് ക്ലബ്ബ് വിടാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള 3 താരങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരാൾ കോമെ പെപ്രയാണ്. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കുകയാണ്. കോൺട്രാക്ട് പുതുക്കില്ല, അദ്ദേഹം ക്ലബ്ബ് വിടുകയാണ് എന്നത് മാർക്കസ് മെർഗുലാവോ സ്ഥിരീകരിച്ച കാര്യമാണ്. മറ്റൊരു താരം ഇഷാൻ പണ്ഡിതയാണ്. അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റും ക്ലബ്ബ് പുതുക്കില്ല, അദ്ദേഹം ക്ലബ്ബ് വിടാൻ തന്നെയാണ് സാധ്യതകൾ. കാരണം ഇഷാൻ പണ്ഡിതക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല, പരിക്ക് ഒരു തടസ്സമായിരുന്നു. ഇനി മറ്റൊരാൾ ഗോൾ കീപ്പറായ കമൽജിത്ത് സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കുകയാണ് എന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ പറയുന്നത്. ഈ കോൺട്രാക്ട് ക്ലബ്ബ് പുതുക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല. പുതിയ ഗോൾ കീപ്പർമാരെ ക്ലബ്ബ് എത്തിക്കുകയാണെങ്കിൽ കമൽജിത്ത് സിംഗിന് ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഈ 3 താരങ്ങളും ക്ലബ്ബ് വിടാൻ തന്നെയാണ് സാധ്യത. ഈ 3 പേരുടെയും കോൺട്രാക്റ്റ് ആണ് ഈ സമ്മറിൽ അവസാനിക്കുന്നത്. ഇനി 2026 അഥവാ അടുത്ത സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കോൺട്രാക്ട് അവസാനിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. സച്ചിൻ സുരേഷ്, ഡുഷാൻ ലഗാത്തോർ, ഡ്രിൻസിച്ച്, ഐബൻ, സഹീഫ്, അസ്ഹർ, ഡാനിഷ്, നോവ, ഐമൻ ജീസസ്, ഈ താരങ്ങളുടെ എല്ലാം കോൺട്രാക്ട് അടുത്ത സമ്മറിലാണ് അവസാനിക്കുക. ഈ താരങ്ങളുടെ കോൺട്രാക്ട് പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ഈ താരങ്ങളെ കൈമാറാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ തുക ലഭിച്ചേക്കും. അതല്ല, അടുത്ത സമ്മറിൽ ഇവർ ആരെങ്കിലും ക്ലബ്ബ് വിടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ ഫ്രീ ആയിക്കൊണ്ട് കൈവിടേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും ഈ താരങ്ങളുടെ ഭാവിയിലൊക്കെ എന്ത് തീരുമാനമായിരിക്കും ക്ലബ്ബ് എടുക്കുക എന്നതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. വിദേശ താരങ്ങളായ ഡുഷാൻ ലഗാത്തോർ, അതുപോലെ തന്നെ ജീസസ്, അതുപോലെ തന്നെ നോവ സദോയ് എന്നിവരൊക്കെ ക്ലബിനകത്ത് തുടർന്നേക്കും. എന്നാൽ ഡ്രിൻസിച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടേക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.